ചന്ദ്ര ഇതിനെന്താ വില? 20 റുപ്യ. ചന്ദ്രേട്ടാ 20 റുപ്യോ കൊള്ളയാട്ടോ. 1 മണിക്കൂർ മന്ത്രം ചൊല്ലിയാ പോലും അത്രയും കിട്ടില്ല. ഇത് 1 മണിക്കൂർ കൊണ്ടൊന്നും കായ്ക്കില്ല, 6 മാസങ്ങളെടുക്കും. ചുമ്മാതല്ലടോ, താനിങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും മെലിഞ്ഞുണങ്ങി കരിഞ്ഞ് മുത്തശ്ശിക്ക് ഭേഷ ഉണ്ണണമെന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. കാശിനെ കുറിച്ച് അറിയണ്ടാലോ. എല്ലാം കൂടെ ചേർത്തൊരു 50 റുപ്യക്ക് തരിക. തിരുമേനി ഈ നോട്ട് കീറിയതണ്ടാ. വാടിക്കരിഞ്ഞിരിക്കുന്ന തന്റെ പച്ചക്കറിക്ക് കീറിയ നോട്ടല്ലാതെ അലക്കി തേച്ച നോട്ട് ഞാൻ തരാണോ? അയ്യോ മുത്തശ്ശി എന്താ പറ്റിയേ? അണ്ടാവ് പോലിരുന്ന മുത്തശ്ശി ഇപ്പൊ ചുളുങ്ങിയ മൊന്ത പോലെ ആയല്ലോ. മത്തങ്ങ അരിശരിയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ചാ ഇങ്ങനെ ഇരിക്കും. ഹലോ. പണം ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 ആയി. നീ എന്താടാ വിളച്ചിലെടുക്ക? തനിക്കൊരു പേരക്കുട്ടി ഉണ്ടല്ലോ. അവൻ ഏത് സ്കൂളിലാണ്? ശാലോം സ്കൂളിലല്ലേ പഠിക്കുന്നേ? അവൻ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കാണണോ അതോ പാക്ക് ചെയ്ത് അയക്കണോ? അവനെ ഒന്നും ചെയ്യാൻ കൊടുക്കരുത്. എത്ര പണം വേണമെങ്കിലും തരാം. അങ്ങനെ വഴിക്ക് വാടോ സേട്ടെ. 1 മണിക്കൂറിനുള്ളിൽ സിറ്റി സെന്ററിൽ ആൾക്കാർ വരും. കാശ് കൊണ്ട് താൻ വരണം. ശരി കൊണ്ടുവരാം. സന്നി ബാബു, നീ സിറ്റി സെന്റർ ചെന്ന സേട്ടുവിന്റെ ഇന്ന് കാശ് മേടിച്ചോണ്ട് വേടാ. ശരി ഏട്ടാ. സത്യ കബീറിന്റെ ആളിനെ വിളിക്കേ. അണ്ണാ, നീ അവനോട് സിറ്റി സെന്ററിലേക്ക് പോ. ആരുടെയും കണ്ണിപ്പെടാതെ മാറിയെന്ന് വാച്ച് ചെയ്താൽ മതി. ഏതോ ഒരുത്തന റസൂലിന്റെ ഗ്യാങ്ങിൽപ്പെട്ട 4 തട്ടിയിട്ടുണ്ട്. നമ്മളും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. പണം കൈമാറുന്നവരെ നീ അവിടെ തന്നെ ഉണ്ടാവണം. ചേട്ടാ സേഫാണ്, കാശ് കൈ കിട്ടി. നേരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേക്ക്. ക്ഷണിച്ചായോ, ഏതോർത്തും സിറ്റിയിലുള്ള ഗുണ്ടകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുക. ആ റസൂലിന്റെ ഗ്യാങ്ങിൽപ്പെട്ട 4 പേരെയും ഇതുപോലെ കാശ് കൊടുത്തോണ്ട് പോകുന്ന വഴിക്കാ തട്ടിക്കളഞ്ഞത്. എന്തോടാ പറഞ്ഞു പേടിപ്പിക്കാം? ചുമ്മാ ഒരു സണ്ണിച്ചായനാ പേടി. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു. ഈ ചായ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എടാ പ്രാഞ്ചി, പുറകെ വന്നു വെച്ചാൽ ഫോളോ ചെയ്യുന്ന അവന്മാരെ കേറ്റുവിടാ ചായ. നമുക്ക് വണ്ടി സൈഡിലോട്ട് ഒതുക്കി മുള്ളിയേച്ചും പോവാന്നേ. അവന്മാരെ പേടിച്ച് മുള്ള നിർത്തണോടാ. നിർത്തിയില്ലെങ്കിൽ ഞാൻ വണ്ടി തന്നെ മുള്ളു ചായ. ദിവസവും 10-15 പ്രാവശ്യം മുള്ളുന്നത്. ആ ചായ സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കിക്കേ. ഇതിനൊക്കെ മുള്ളണ്ടല്ലോ മോനെ. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പേടിയോ? ഒന്ന് ചുമ്മാ ഇരി എന്റെ സണ്ണിച്ചായ. നമ്മള് കാണാത്ത കൊലയോ അന്നൊന്നും നമ്മൾ പേടിച്ചിട്ടില്ലല്ലോ. അച്ചായനൊന്നും ആലോചിക്കേണ്ട, വണ്ടി അവന്മാരുടെ പുറകെ വിട്. വഴിക്കിട്ട് അവന്മാരെ വെട്ടി പൊളക്കണം. ഷോസ്നേഗറിന്റെ കസിൻ ബ്രദറാ. ഡീറ്റെയിൽസ് വേണോടാ? ക്യാഷ് ബാഗ് എവിടാ? ഈ ചായ അവന്റെ തോക്ക്. ബാലുഭായിയെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ ഈ ചെയ്തനെല്ലാം നീ ശരിക്കും അനുഭവിക്കും. ഞാൻ പറഞ്ഞത് വണ്ടി അവന്റെ പുറകെ ഉണ്ടാക്കല്ലേന്ന്. ബാക്കിയുള്ളവൻ പറയുന്നത് കേൾക്കാതെ വലിയ പുള്ളി കളിച്ചു. എന്റെ പൊന്നു ചേട്ടായി, എന്നെ കൊല്ലല്ലേ ചേട്ടായി. ഈ തെണ്ടുകളുടെ കൂടെ കൂട്ടുകൂടലെന്ന് എന്റെ ഗേൾഫ്രണ്ട് അന്നേ പറഞ്ഞതാ. ഞാൻ കേട്ടില്ല. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. നിന്റെ ഈ നാടകം എന്നെ കണ്ടിട്ടോ അതെ എന്റെ ഈ ഗണ്ണ് കണ്ടു? ചാകാൻ പോകുന്ന നേരത്തെ ആരെങ്കിലും നാടകം കളിക്കോ ചേട്ടായി? പേടിച്ച് ഞാനിവിടെ പുള്ളിപ്പോയി. സംശയം ഉണ്ടായി നോക്കിക്കാം. അവന്റെ കാല് പിടിക്കുന്ന പട്ടി കഴിവേറി. എടാ ചേട്ടെ, തോക്കിന്റെ മുന്നിൽ നിന്റെ അഹങ്കാരം തീർന്നില്ലടോ. എന്താടാ നിന്ന് ചെറിയുന്നേ? ചേട്ടായിയോട് ഞാനിന്ന് മൂളിയാ മതി. ചേട്ടായി, ആദ്യം ഇവന്റെ പണി തീർക്ക്. എന്നെ മാത്രം ഒന്നും ചെയ്യല്ലേ ചേട്ടായി. എടാ മണഗുണാഞ്ച, ഇത്രയും ചെറിയ കോപ്പും വെച്ചോണ്ട് ഇപ്പൊ വെടിവെക്കും പറഞ്ഞ് എന്തൊരു നെകളിപ്പായിരുന്നു. തീർന്നോടാ നിന്റെ സോക്കേട്. അല്ലയോ സണ്ണിച്ചായ? സോറി സണ്ണിച്ചായ, ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലായിരുന്നു. കണ്ണുടച്ച് വിശ്വസിച്ചവൻ. യവന്റെ ഒരു പടം എടുത്ത് നമുക്ക് മാലയിടാം. ആരാടാ പുല്ലേ നീ? എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാ.
രണ്ട് കണ്ണ് കയ്യിലുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ചേട്ടായി. ഈ കാല് ചൊരൊന്നുകൂടെ തൊട്ടോ. നല്ല ആർട്ടിസ്റ്റ് ആണല്ലോടാ നീ. എവിടുന്നാ പഠിച്ചേ? കലാമണ്ഡലത്തിൽ ഇപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ, അവന്മാരെ അങ്ങ് തട്ടിയേക്ക്. എന്നെ വെറുതെ വിട്. ചേട്ടന്റെ കൂടെ എന്നെയും കൊണ്ടുപോകുമോ? അവന്റെ തലമട്ട വെടിവെച്ച് തകർക്ക് റോയ് സാറേ. വെക്ക് വെക്ക് വെക്ക്. അയ്യോ സണ്ണിച്ചായ സാറിനോട് പറ. സിറ്റിയിലുള്ള ഗുണ്ടകൾ മുഴുവൻ കൊല്ലുന്ന ഇവനെ. റസൂൽ ഗ്യാങ്ങിലുള്ളവരെ കൊന്നത് ഇവൻ തന്നെ. ആലോചിച്ച് നിൽക്കാതെ കൊല്ലു സാറേ ഇവനെ. പാവ ഒരുപാട് ആഗ്രഹിച്ചല്ലേ, കൊന്നേക്ക. എന്നെ വെടിവെക്കില്ല, ഞാനൊരു പാവാണ്. അയ്യോ അയ്യോ. ചേട്ടായി, നിങ്ങൾ ആരാ? റോയ് സാർ നിങ്ങളുടെ ആരായിട്ട് വരും? തൽക്കാലം നീ അത് അറിയണ്ട. പോയി ക്യാഷ് ബാഗ് എടുത്തോണ്ട് വാടാ. ശരി ചേട്ടായി. ചേട്ടായി, എന്താടാ? എന്നെ വെറുതെ വിട്ടല്ലേ? ആദ്യം ഷൂട്ട് ചെയ്ത് നിന്നെയാടാ. നിന്റെ പൊണ്ണത്തടി കാരണം നീ അത് അറിയാത്തതാ. സണ്ണിച്ചായ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നേ. ഇത് നിനക്ക്, ഇതെനിക്ക്. എനിക്കിത് വേണ്ട സാർ. ഞാൻ പണത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് SI ആയാ മതി. നരസിംഹ, നീ SI ആയി കഴിഞ്ഞാൽ എന്താണോ നിന്റെ പണി? ആ പണി തന്നെയല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താടാ വ്യത്യാസം? ഉണ്ട് സാർ. ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യത്തെ പറ്റി എനിക്ക് എന്റെ അമ്മയോട് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഇതേ കാര്യം യൂണിഫോം ഇട്ടോണ്ട് ചെയ്താ എന്റെ അമ്മ ഒരുപാട് സന്തോഷിക്കും. 2 വർഷമായിട്ട് ഞാൻ അത് ചെയ്യല്ലേ സാർ. ഇനി ഒരു 3 മാസത്തിനുള്ളിൽ SI റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എക്സ്ക്യൂസ് മീ. നന്ദു, എന്തിനാടി ഇവനെ ഇങ്ങനെ നോക്കുന്നത്? ഡാഡി മിണ്ടാതിരിക്ക്. ഇവൻ കാരണമല്ല എന്റെ ഡാൻസ് പ്രോഗ്രാമിന് ഡാഡി വരാതിരുന്നത്. സോറി സോറി സോറി, ഞാനത് മറന്നുപോയി മോളെ. ഇവനും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പോഴും SI ആവാൻ നടക്കുക? എന്റെ അച്ഛനെ വിശ്വസിച്ചാ നീ ഒരു കോൺസ്റ്റബിൾ പോലും ആവില്ല. പിന്നെ പോലീസുകാർക്ക് പൊതുവെ പെണ്ണ് കിട്ടാനും പാടാ. അപ്പോ നിന്റെ അച്ഛനെ പെണ്ണ് കിട്ടിയതോ? അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഡാഡി, ഞാനൊരു വേസ്റ്റാ എന്ന് ഞാൻ പറഞ്ഞോ? ശരി, ഇവളെ കൂട്ടിക്കൊണ്ട് അകത്ത് പോ. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, സാറെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ റസൂൽ സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കേണ്ട നിങ്ങളാണ് സാർ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ റിസ്ക് നിങ്ങൾക്ക്. ബാലുഭായ്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും. അനുഭവം ഗുരു. കുജേ, നമ്മൾ 2 കോടി ചോദിച്ചു, അവൻ 4 പേരെ തട്ടി. ഇവൻ 1.5 കോടി ചോദിച്ചു, അവൻ 3 പേരെ തട്ടി. ഇനി 1 രൂപ പോലും ചോദിക്കണ്ട. ചോദിച്ചാൽ നമ്മൾ ആരും ഇനി ബാക്കി ഉണ്ടാവില്ല. നീ എന്ത് പറയുന്നു? ഇതൊരു കൈവിട്ട കളിയാണ് മോനെ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പണി കിട്ടുമ്പം പഠിച്ചോളും. എന്റെ ആളുകളെ കൊന്നവൻ തന്നെയാണ് നിങ്ങളുടെ ആളുകളെയും കൊന്നിരിക്കുന്നത്. നമുക്ക് 2 പേർക്കും അവനെ വേണം. നമ്മുടെ കൈ കൊണ്ട് അവനെ കൊല്ലണം. നമ്മുടെ ആളുകളെ കൊന്നവനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പോയ 3 പേരെ അവൻ കൊന്നളഞ്ഞു. എന്റെ അനിയനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരാ കൂടെ പോയത്? ഇവനാരെയും കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ലണ്ണ. എടാ കോപ്പ ശരിക്കൊന്ന് ഓർത്തു നോക്ക്. അവൻ ദൂരെയെങ്ങും ആയിരുന്നിരിക്കില്ല, അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മുടെ ആളുകൾ എവിടെയൊക്കെ പോയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല, ശരിക്കും ഓർത്തു നോക്ക്. ഏതോ ഒരുത്തൻ ഒറ്റയ്ക്ക് നമ്മുടെ ആളുകളെ ഫോളോ ചെയ്ത് അവിടേക്ക് കറങ്ങി നടന്നു. കമോൺ, തിങ്ക് 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 തിങ്ക്. ഒരുത്തൻ നമ്മുടെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ ക്യാഷ് എടുത്തോണ്ട് പോകുന്നവരെ അവൻ പുറകെ ഉണ്ടായിരുന്ന. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. നീ എന്നോട് ഞാൻ ചോദിക്കാം. റിലാക്സ് ബാലുഭായ്, റിലാക്സ്. അവനെ ഇനി കണ്ട നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണ അങ്ങനെ മറക്കുന്ന മുഖമല്ല അവന്റെ. എങ്ങനെ ഇരിക്കും?